ആരാണ് ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നുള്ള ചോദ്യത്തിന് പല രാജ്യങ്ങളും പല പേരുകളിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മൈക്കിൾ ഫാരഡെ എന്ന് പറയും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തോമസ് ആൽവ എഡിസൺ എന്ന് പറയും. മറ്റുള്ള സ്ഥലങ്ങളിൽ നിക്കോളോസ് പേര് പറയും. നിക്കോളാസ് ടെസ്ല. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിതാവ്? ആദ്യം തന്നെ മൈക്കിൾ ഫാരഡെയാണ് ഈ രണ്ട് മാഗ്നറ്റ്, അതായത് നോർത്ത് പോള് സൗത്ത് പോള്, ഇതിൻ്റെ ഇടയിൽ കൂടെ കമ്പിച്ചുരുൾ ചലിപ്പിച്ചു കൊണ്ടിരുന്നാൽ രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ കമ്പിച്ചുരുൾ ചലിപ്പിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉണ്ടാകും എന്ന് കണ്ടെത്തിയത് മൈക്കിൾ ഫാരഡെയാണ്. അപ്പോൾ മൈക്കിൾ ഫാരഡെ ആണ് പല രാജ്യങ്ങളും വൈദ്യുതിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അതിന് മുന്നേ ചിലർ ഈ ബ്ലാങ്കറ്റിൽ ഉരസി വൈദ്യുതി ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടുള്ള ഒരു തുടർ ഗവേഷണമാണ് ഇദ്ദേഹം നടത്തിയത്. അങ്ങനെയാണ് രണ്ട് മാഗ്നറ്റ്, അതായത് നോർത്ത് പോള് സൗത്ത് പോള്, ഇതിൻ്റെ ഇടയിൽ കൂടെ കമ്പിച്ചുരുൾ ചലിപ്പിക്കുക അല്ലെങ്കിൽ തിരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പിച്ചുരുളിൻ്റെ രണ്ടറ്റത്തും ഒരു വോൾട്ടേജ് പ്രത്യക്ഷപ്പെടുന്നതായി ഇദ്ദേഹം കണ്ടെത്തി. എന്താണ് യഥാർത്ഥത്തിൽ ഫാരഡെ കണ്ടെത്തിയത്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കോയിലാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ രണ്ട് മാഗ്നറ്റിൻ്റെ ഇടയിൽ കോയിൽ ചലിപ്പിച്ച് അദ്ദേഹം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയത്. പക്ഷേ അദ്ദേഹം ഒരു ഇലക്ട്രിക് ഉപകരണമൊന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആൽവ എഡിസനാണ് ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ബൾബുകൾ പ്രവർത്തിപ്പിക്കാമെന്നും മറ്റു ഉപകരണങ്ങൾ പ്രവർത്തിക്കുമെന്നും കണ്ടെത്തിയത്. തോമസ് ആൽവ എഡിസൺ കണ്ടെത്തിയത് DC വോൾട്ടേജാണ്, അതായത് ഒരു സൈഡിലേക്ക് മാത്രം പോകുന്ന കറണ്ട്. ഇത് വലിയ ചെലവ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായി. എന്താണ് തോമസ് ആൽവ എഡിസൺ കണ്ടെത്തിയത്? അദ്ദേഹം കണ്ടെത്തിയത് ഒരു വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണം, മാഗ്നറ്റ് അതുപോലെ കോയിലുകൾ വെച്ച് അത് വൈദ്യുതി ഉണ്ടാക്കുകയും ഈ വൈദ്യുതിയെ പ്രത്യേക വയറുകൾ ഉപയോഗിച്ച് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാമെന്നും അവയുടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുമെന്നും ഇദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. അതായത് വൈദ്യുതിയുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇദ്ദേഹം കണ്ടെത്തി. ഇദ്ദേഹം ഉണ്ടാക്കിയ ബൾബുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ഓഫീസാണ്, അവിടെ സ്ഥാപിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഹൗസിൽ ഉണ്ടാക്കിയ ഈ വൈദ്യുതി ഉണ്ടാക്കുന്ന ഉപകരണം വെച്ച് വൈദ്യുതി കൊണ്ടുപോവുകയും അവിടെ ബൾബ് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വൈദ്യുതിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇദ്ദേഹം ഉണ്ടാക്കുകയായിരുന്നു. ഇതുമൂലം ചില രാജ്യങ്ങൾ ഇദ്ദേഹത്തെ വൈദ്യുതിയുടെ പിതാവായി പറയുന്നുണ്ട്. അതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. മൈക്കിൾ ഫാരഡെ ആണ് യഥാർത്ഥത്തിൽ വൈദ്യുതി ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയത്. ആരാണ് ഇപ്പോൾ കാണുന്ന വൈദ്യുതി കണ്ടെത്തിയത്? അതായത് തോമസ് ആൽവ എഡിസൺ DC ആണ് കണ്ടെത്തിയത്. അപ്പോൾ DC വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതുപോലെ അതിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നിക്കോളാസ് ടെസ്ല AC വൈദ്യുതി ഉണ്ടാക്കാമെന്നും, അതായത് ആൾട്ടർനേറ്റ് കറണ്ട്, രണ്ട് കോയിലുകൾക്കിടയിൽ ഈ കമ്പിച്ചുരുൾ ചുറ്റി തിരിപ്പിച്ച് അതിൽ നിന്ന് വ്യത്യസ്ത രീതിയിലുള്ള ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കറണ്ട് വോൾട്ടേജ് ഉണ്ടാക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. അതായത് ഈ കാന്തത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് മേലിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ചാർജും താഴെ നിന്ന് മേലേക്ക് തിരിയുമ്പോൾ നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹം. ഇനി നിക്കോളാസ് ടെസ്ലയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഈ തോമസ് ആൽവ എഡിസൺ കണ്ടെത്തിയ DC വൈദ്യുതി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും മറ്റും വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ എഡിസൻ്റെ ബൾബ് പ്രവർത്തിപ്പിച്ചിരുന്നുള്ളൂ. പിന്നീടാണ് ഈ നിക്കോളാസ് ടെസ്ല കമ്പിച്ചുരുളിൽ നിന്ന് AC വൈദ്യുതി ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയത്. അതായത് മുകളിൽ നിന്ന്
താഴേക്ക് കമ്പിച്ചുരുൾ ചുറ്റുമ്പോൾ പോസിറ്റീവ് വൈദ്യുതിയും താഴെ നിന്ന് മുകളിലേക്ക് കമ്പിച്ചുരുൾ ചുറ്റുമ്പോൾ നെഗറ്റീവ് വൈദ്യുതി ഉണ്ടാകുന്നുണ്ടെന്ന് ഇദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ച് രണ്ട് വൈദ്യുതി ഉപയോഗിച്ചും ഉപകരണങ്ങൾ പ്രവർത്തിക്കാമെന്ന് ഇദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. ഇതാണ് AC വൈദ്യുതിയുടെ അടിസ്ഥാന തത്വം. AC വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടു കൂടി ഇലക്ട്രിക്കൽ യുഗത്തിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടായെന്ന് പറയാം. അതിന് പ്രധാന കാരണം AC ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്, കൈകാര്യം ചെയ്യാനും എളുപ്പമാണ്. DC വൈദ്യുതി ഒരു സൈഡിലേക്ക് മാത്രം പോകുന്നത് കാരണം പലർക്കും ഷോക്ക് ഏറ്റ് മരിക്കാനുള്ള സാധ്യതയുണ്ട്. AC ആകുമ്പോൾ ഒരു സൈഡിൽ 50 ഹെർട്സ്, 50 പ്രാവശ്യം പോസിറ്റീവ്, 50 പ്രാവശ്യം നെഗറ്റീവ്, ഈ സാധ്യതയുള്ളതിനാൽ ഷോക്കേറ്റ് കഴിഞ്ഞാലും തെറിച്ച് വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപകടം കുറവ് AC വൈദ്യുതിയിലാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സാഹചര്യം AC വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് ഉണ്ടായത്. ഈ AC വൈദ്യുതി വെച്ച് കുറഞ്ഞ വോൾട്ടേജിന് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ വെച്ച് ഉയർന്ന വോൾട്ടേജുള്ള വൈദ്യുതി ഉണ്ടാക്കാമെന്നും അതിന് ധാരാളം ദൂരം കൊണ്ടുപോകാമെന്നും കിലോമീറ്ററോളം വൈദ്യുതിയെ കൊണ്ടുപോയി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ച് അതിന് വൈദ്യുതിയുടെ വോൾട്ടേജിനെ കുറയ്ക്കാമെന്നും പിന്നീട് അത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വഴി വീടുകളിലേക്ക് സപ്ലൈ ചെയ്യാമെന്നും ഇദ്ദേഹം കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഈ കണ്ടുപിടുത്തം വഴി പല വൈദ്യുതി ഉപകരണങ്ങളും ഇങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് കണ്ടെത്തുന്നു. മോട്ടോറുകളുടെ ആവിഷ്കാരം, അതുപോലെ പല യന്ത്രസാമഗ്രികളുടെ ആവിഷ്കാരം ഇങ്ങനെ സാധ്യമായി. ഇതൊരു മഹാവിപ്ലവത്തിനാണ് വഴിതിരിച്ചത്. ഇതുവഴിയാണ് ലോകത്തിൽ വൻ മുന്നേറ്റവും അതുപോലെ വിപ്ലവവും അതുപോലെ പുരോഗതിയും ഉണ്ടായത്. ഇത് വേണമെങ്കിൽ മാനവരാശിയുടെ പ്രധാന കണ്ടുപിടുത്തമായിട്ട് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഇലക്ട്രിസിറ്റിയിലെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കിൾ ഫാരഡെ തന്നെയാണ്. മാഗ്നറ്റ് വഴി അതിൻ്റെ നടുക്ക് ഒരു കമ്പിച്ചുരുൾ തിരിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചലിപ്പിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കാമെന്ന് ഫാരഡെയാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ പഠിച്ചാണ് പിന്നീട് എഡിസൺ ആയാലും നിക്കോളാസ് ടെസ്ല ആയാലും വൈദ്യുതിയുടെ അപ്പോൾ ആദ്യം കണ്ടെത്തിയത് സിംഗിൾ ഫേസ് സിസ്റ്റമായിരുന്നു. പിന്നീട് ഇത് ലോഡ് വലിക്കാനും അതുപോലെ പല കാര്യങ്ങൾക്കും സിംഗിൾ ഫേസ് മോട്ടോറുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മിഖായിൽ ഡോളിവോ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഉണ്ടാക്കുകയും 3 ഫേസ് ജനറേറ്റർ പവർ സിസ്റ്റം രൂപീകരിക്കുകയും ചെയ്തു. ഇതാണ് 3 ഫേസ് മോട്ടറിൻ്റെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ ജനറേറ്റർ സിസ്റ്റത്തിനും കാരണമായത്. ഈ കണ്ടുപിടുത്തത്തോടുകൂടി വൻ വിപ്ലവമാണ് ഇലക്ട്രിക്കൽ രംഗത്ത് ഉണ്ടായത്. ഈ മോട്ടോർ ഉപയോഗിച്ച് പല ലോഡുകളും എടുക്കുന്നതിനും അതുപോലെ ഉപയോഗിക്കുന്നതിനും വെള്ളം പമ്പ് ചെയ്യുന്നതിനും പല വലിയ മെഷീനറികൾ ഉണ്ടാക്കുന്നതിനും സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം വളരെ വലിയതായിരുന്നു. ഈ ഇലക്ട്രിക്കൽ മോട്ടോറുകളും അതുപോലെ ട്രാൻസ്ഫോമറുകളും ഉണ്ടാക്കുമ്പോൾ ഈ പല തരത്തിലുള്ള മാഗ്നറ്റ് പവറുകൾ ഇതിൻ്റെ റെസിസ്റ്റൻസായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ കമ്പിച്ചുരുൾ ചുറ്റുന്നത് ഏതെങ്കിലും ഒരു മെറ്റൽ ബോഡിയിലായിരിക്കും. അതിൻ്റെ മെറ്റലിൻ്റെ നടുക്കായിരിക്കും ഈ കമ്പിച്ചുരുൾ ചുറ്റുന്നത്. അപ്പോൾ ഈ കമ്പിച്ചുരുളുകൾ ചലിക്കുന്നത് വഴി അല്ലെങ്കിൽ അത് AC-യിൽ പ്രവർത്തിക്കുന്നത് വഴി ഒരു മാഗ്നറ്റ് പവർ അതിൻ്റെ ബോഡിയിൽ വരികയും അതൊരു ഇലക്ട്രിസിറ്റി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കാരണമാകുന്നു. അതുപോലെ ഏതൊരു ശക്തിക്കും എതിർ ശക്തി ഉണ്ടാകുന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ AC-യിലെ ഒരു സൈഡ്
അപ്പോൾ ആൾട്ടർനേറ്റ് കറണ്ടിൽ മേലെന്ന് താഴത്തേക്ക് ചലിക്കുമ്പോൾ പോസിറ്റീവ് കറണ്ടും താഴ്ന്ന് മുകളിലേക്ക് ചലിക്കുമ്പോൾ നെഗറ്റീവ് കറണ്ടും ഉണ്ടാകുന്നു. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നു. അതുപോലെ താഴ്ന്ന് മുകളിലേക്ക് ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് വോൾട്ടേജിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നു. ഈ കറണ്ടിനെയാണ് എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. ഇത് വലിയ തോതിൽ തലവേദന സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. ഇതുവഴി ഉപകരണങ്ങൾ വൻതോതിൽ ചൂടാകുകയും കുറച്ച് വർക്ക് ചെയ്യുമ്പോഴേക്കും ചൂടാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലിയോൺ ഫാങ്കോൾട്ട് എഡ്ഡി കറണ്ടിനെ കുറിച്ച് സിദ്ധാന്തം പറയുന്നത്. എഡ്ഡി കറണ്ട് കണ്ടെത്തുകയും അദ്ദേഹം അതിനുള്ള പ്രതിവിധി പറയുകയും ചെയ്തു. അതിനായി ഈ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പിച്ചൂരുകൾ ചുറ്റാൻ ഉപയോഗിക്കുന്ന സ്ലൈസ്ഡ് മെറ്റൽ ഉപയോഗിക്കുക എന്നും അതുപോലെ പലതരത്തിലുള്ള കഷ്ണങ്ങളായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം കണ്ടെത്തി. അതുവഴി എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി ഇലക്ട്രിക്കൽ രംഗത്ത് വലിയ ഒരു മുന്നേറ്റമുണ്ടായി. ഈ കുറച്ച് സമയം പ്രവർത്തിക്കുമ്പോഴേക്കും ചൂടാവുന്ന അവസ്ഥയുണ്ടായിരുന്നു മോട്ടോറുകൾ, ട്രാൻസ്ഫോമറുകൾ. അപ്പോൾ തണുക്കുന്നതിന് വേണ്ടി ഓഫ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തത്തോടു കൂടി ദീർഘനേരം ചലിപ്പിക്കാനും ചൂടുണ്ടാകുന്ന അവസ്ഥ ഇല്ലാതാക്കാനും സാധിച്ചു. ഇതുവഴി ഇലക്ട്രിക്കൽ ഉപയോഗം വളരെ സിമ്പിളാക്കാനായിട്ടും സാധിച്ചു.